ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഇട്ടിമാണി കോടതിയുടെ മുന്നിൽ ഹാജരായിരിക്കുകയാണ്. അവന്തിക ഏർപ്പാടാക്കിയ വക്കീൽ ഇപ്പോൾ വാദിക്കുകയാണ്. 6 മാസം പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞിനെയാണ് ഈ സ്ത്രീ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, അല്ല, കുഞ്ഞിനെ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. മോഷ്ടിക്കാതെ പിന്നെ കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഭിക്ഷക്കാരുടെ കയ്യിൽ നിന്നാണ് എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയതെന്ന് അർച്ചന പറയുന്നു. നാടോടികളായ ഭിക്ഷക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങളാണ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്, അതല്ലേ ശരി എന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ ആ കുഞ്ഞിനെ രക്ഷിക്കുകയായിരുന്നു എന്ന് അർച്ചന പറയുന്നു. കള്ളം, പച്ച കള്ളമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളാണ് കുഞ്ഞിനെ മോഷ്ടിച്ചതെന്ന് വീണ്ടും പറയുന്നു. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ആ കുഞ്ഞിനെ എങ്ങോട്ടാണ് മാറ്റിയതെന്ന് അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, ഞാൻ എങ്ങോട്ടും മാറ്റിയിട്ടില്ല എന്ന്. മാറ്റിയിട്ടില്ലേ? ഇത്രയും ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുഞ്ഞ് പോലീസ് വരുമെന്ന് മുൻകൂട്ടി അറിവ് കിട്ടിയപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ എങ്ങോട്ടോ മാറ്റിയിരിക്കുന്നു. ഇത് കോടതി മുറിയാണ്, സത്യം പറഞ്ഞില്ലെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടുമെന്ന് അഡ്വക്കേറ്റ് പറയുന്നു. എന്റെ മോളെ ആരോ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണെന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. മോഷ്ടിച്ചുകൊണ്ട് പോയി പോലും? നിങ്ങളെക്കാൾ വലിയ കള്ളി വേറെ ആരാണുള്ളത്? സത്യം പറയണം, കുഞ്ഞിനെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ കുഞ്ഞിനെ എവിടെയും ഒളിപ്പിച്ചിട്ടില്ല എന്ന് അർച്ചന ആവർത്തിച്ച് പറയുന്നുണ്ട്. കേട്ടില്ലേ യുവർ ഓണർ, നന്മയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ഈ പ്രതി കുട്ടിയെ മോഷ്ടിക്കണമെന്ന് ഗൂഢാലോചനയോടെ തന്നെ മുൻപും ശിവരാമന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പണവും സമ്മാനങ്ങളും കൊടുത്ത ശിവരാമനെയും ഭാര്യയും വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് സാക്ഷികളുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ് അർച്ചനയോട്. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആ കുഞ്ഞിനെ മോഷ്ടിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ശിവരാമന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തത്, കൊന്നതും എന്ന് ചോദിക്കുന്നു. അയ്യോ അല്ല എന്ന് ഒരു ഞെട്ടലോടെ പറയുകയാണ് അർച്ചന. അതിന് തെളിവുകളും സാക്ഷികളും ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അന്നേ ദിവസം ആ വീട്ടിലേക്ക് പോയത്? ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ എന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്. കേട്ടില്ലേ മാഡം ഇവർ പറയുന്നത്? അന്നേ ദിവസം ഇവർ അവിടെ പോയി. ശിവരാമന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തതും ഇവർ തന്നെയാണ്. പ്രോസിക്യൂഷന് നല്ല സംശയമുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തിയിരുന്നോ എന്ന് ജഡ്ജി ചോദിക്കുന്നു. ഇല്ല യുവർ ഓണർ, പക്ഷെ അത്തരത്തിലുള്ള പല സംശയങ്ങളും പോലീസിന് തോന്നിയിട്ടുണ്ട്. കുട്ടിയെ മോഷ്ടിച്ചതിന് തെളിവുകളോ സാക്ഷിയോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ജഡ്ജ്. പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു തെളിവില്ലെങ്കിലും ഈ സ്ത്രീയുടെ പല നീക്കങ്ങളും അതനുസൃതമായിട്ടായിരുന്നു എന്ന് വക്കീൽ പറയുന്നു. എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആ കുട്ടിയെ കിട്ടിയത് പോലീസിൽ അറിയിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് അർച്ചന പറയുന്നു. എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. നിയമപരമായി കുഞ്ഞിനെ ഞങ്ങൾ ദത്തെടുക്കണമെന്ന് കരുതിയതാ എന്ന് അർച്ചന പറയുമ്പോൾ, നിങ്ങൾ കള്ളം പറയുന്നു എന്ന് ദേഷ്യത്തോടെ വക്കീൽ അർച്ചനയോട് പറയുന്നു. യുവർ ഓണർ, ദത്തെടുക്കാനുള്ള ഒരു നടപടിയും ഇവർ ചെയ്തിട്ടില്ല. മിനിമം ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ഇവർ കുട്ടിയെ കിട്ടിയ വിവരം അറിയിച്ചിട്ടില്ല. ഇത് കുറ്റം അല്ലെങ്കിൽ മറ്റെന്താണ് മാഡം? കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഭിക്ഷാ സംഘങ്ങളുമായിട്ട് പോലും ഈ സ്ത്രീക്ക് ബന്ധമുള്ളതായി പോലീസിന്റെ FIR-ൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ നാട്ടിൽ നിന്നും ഇതുപോലെ കുറെ കുഞ്ഞുങ്ങളെ കാണാതായിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ്? ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നുകളഞ്ഞോ? അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്കറിയില്ല. കുട്ടി എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. ശിവരാമന്റെ ഭാര്യയുടെ ദുരൂഹ മരണത്തിലും തുടർന്നുള്ള ശിവരാമന്റെ തിരോധാനത്തിന് പിന്നിലും ഇവർക്ക് പങ്കുണ്ട് എന്ന കാര്യം പ്രോസിക്യൂഷൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആയതിനാൽ കൂടുതൽ അന്വേഷണം നൽകി സത്യം തെളിയുന്നത് വരെ ഈ പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് വാദം അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം. അവന്തികയാണെങ്കിൽ നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അർച്ചനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഡിഫൻസ് വക്കീലാണ് വാദിക്കുന്നത്. അതിനായി ഇട്ടിമാണി അവിടേക്ക് വന്ന് പറയുന്നു, യുവർ ഓണർ, എന്റെ കക്ഷിയായി അർച്ചനയുടെ ജാമ്യാപേക്ഷയല്ല ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നത് എന്ന് ഇട്ടിമാണി പറയുമ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, അപ്പോൾ താങ്കളുടെ കക്ഷിക്ക് ജാമ്യം വേണ്ടെന്നാണോ എന്ന്. അല്ല യുവർ ഓണർ, ഈ കേസ് തന്നെ സസ്പെൻഡ് ചെയ്യുകയും എന്റെ കക്ഷിയായ ശ്രീമതി അർച്ചനയെ വെറുതെ വിടണമെന്നാണ് ഞാൻ ഈ കോടതിക്ക് മുമ്പിൽ അപേക്ഷിക്കുന്നത് എന്ന് ഇട്ടിമാണി പറയുമ്പോൾ വാദിഭാഗം വക്കീൽ പറയുന്നുണ്ട്, ഡിഫൻസ് ലോയർ ഈ കോടതിയെ പരിഹസിക്കുകയാണ്. കോടതി കേസ് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് പ്രതിയെ വെറുതെ വിടുകയെന്ന് പറയുന്നത് കോടതി അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്ന് പറയുമ്പോൾ ജഡ്ജ് റീന ചോദിക്കുന്നു, താങ്കൾക്ക് BP ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാദിഭാഗം വക്കീൽ പറയുന്നു, കുറച്ച് മാഡം എന്ന്. എങ്കിലേ അതിനുള്ള ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കുക എന്ന് ജഡ്ജ് റീന പറയുന്നു. ഇട്ടിമാണി തുടരുകയാണ്, 1-2 കാര്യങ്ങൾ കേൾക്കാൻ ബഹുമാനപ്പെട്ട കോടതി ദയവ് കാണിക്കണം. എന്താ കുട്ടിയുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന എന്ന് പറയുന്നു. വിവാഹിതയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നും പറയുന്നു. കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങൾക്ക് കുട്ടികളില്ല, അതിനുള്ള ട്രീറ്റ്മെന്റിലാ എന്ന് പറയുന്നു. ഏത് ഡോക്ടറാണ് അർച്ചനയെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, ഡോക്ടർ സന്ധ്യയാണെന്ന്.
ഡോക്ടർ സന്ധ്യയുടെ നിർദ്ദേശം അനുസരിച്ച് ചെന്നൈയിലുള്ള ഡോക്ടർ കമല സെൽവരാജിന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോകാൻ മുമ്പ് നിങ്ങൾ തീരുമാനിച്ചിരുന്നോ? ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണെന്ന് അർച്ചന പറയുന്നു. ഈ ശിവരാമൻ എന്ന് പറയുന്ന ആളിനെ മുമ്പ് പരിചയമുണ്ടോ എന്ന് ഇട്ടിമാണി ചോദിക്കുന്നു. ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഡ്രൈവർ ആയിരുന്നു എന്ന് പറയുകയാണ് അർച്ചന. യുവർ ഓണർ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിലെ അംഗമാണെന്നും വലിയ കൊലപാതക കേസിൽ സംശയിക്കുന്ന ആളാണെന്നും ഒക്കെ പ്രോസിക്യൂഷൻ മുദ്രകുത്തിയ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് കോടതി കേട്ടത്. എന്തൊക്കെ മണ്ടത്തരങ്ങളും കെട്ടിച്ചമച്ച കഥകളുമാണ് പ്രോസിക്യൂഷൻ ഈ പാവം പെൺകുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. സ്വന്തം വീട്ടിലെ ഡ്രൈവറായ ഒരാളുടെ വീട്ടിൽ പോയി അവർക്ക് ജനിച്ച ഒരു കുഞ്ഞിനെ കാണുന്നതോ സമ്മാനം കൊടുക്കുന്നതോ നമ്മുടെ നാട്ടിൽ ഒരു വലിയ തെറ്റാണോ? നമ്മുടെയൊക്കെ അയൽവീട്ടിലും ബന്ധുവീട്ടിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ നമ്മളൊക്കെ അതിനെ കാണാൻ പോകാറില്ലേ? അതുപോലെ തന്നെയാണ് അർച്ചനയും ആ വീട്ടിൽ പോയത്. കുട്ടികളില്ലാത്ത ദുഃഖവും പേറി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആ കുഞ്ഞിനും ശിവരാമന്റെ ഭാര്യയ്ക്കും ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. അല്ലാതെ ആ വീട്ടിൽ കുഞ്ഞിനെ കാണാൻ പോയതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയും ഇല്ല. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് മാഡം, പോലീസിൽ ഇപ്പോൾ ഈ കേസ് കൊടുത്ത ശിവരാമന്റെ ബന്ധുക്കളെ ഒന്ന് വിസ്തരിക്കണം എന്ന് ഇട്ടിമാണി പറയുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല യുവർ ഓണർ. അപ്പോൾ ജഡ്ജി റീന ചോദിക്കുന്നുണ്ട്, അത് പ്രോസിക്യൂട്ടർ ആണോ തീരുമാനിക്കേണ്ടത് എന്ന്. എന്നാൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കോടതിക്ക് അറിയാം ആരെയൊക്കെ വിസ്തരിക്കണമെന്ന്. ഈ കേസ് കൊടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹാജരാക്കെന്നും പറയുന്നുണ്ട് ജഡ്ജ്. അങ്ങനെ രണ്ടുപേർ വന്നു നിൽക്കുന്നു. രണ്ടുപേരുടെ പേര് ചോദിക്കുന്നുണ്ട്, സഹദേവനും ഭാര്യ ചന്ദ്രികയും. യഥാർത്ഥത്തിൽ നിങ്ങൾ ശിവരാമന്റെ ബന്ധുക്കൾ ആണോ എന്ന് ചോദിക്കുന്നു. രണ്ടുപേരും തല താഴ്ത്തി നിൽക്കുന്നു. എന്നിട്ട് അതെ എന്ന് മറുപടി പറയുന്നു. എന്റെ ഭാര്യയുടെ ബന്ധുവാണ് ശിവരാമേട്ടൻ എന്ന് പറയുകയാണ് സഹദേവൻ. അല്ല, നിങ്ങൾ എന്തായാലും ശിവരാമന്റെ ബന്ധുക്കളല്ല. ശിവരാമൻ ഇങ്ങനെ ഒരു ബന്ധുക്കൾ ഉള്ളതായിട്ട് ബന്ധുക്കൾക്കോ അയൽക്കാർക്കോ അറിയില്ല. പക്ഷെ ശിവരാമന്റെ ഭാര്യ മരിച്ചതിന് ശേഷം കുറച്ചു ദിവസം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ അന്ന് അവിടെ പോയത്? എന്തിനാണ് അവിടെ പോയത്? ഇതുപോലെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് അടുത്തുള്ള കൊടുവായൂർ എന്ന സ്ഥലത്ത് നിന്ന് ഇതുപോലെ സമാനമായ ഒരു അവസ്ഥയിൽ ഒരു മരണവീട്ടിൽ കയറിക്കൂടി അവിടെ നിന്ന് 6 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ ആ കേസിലെ പ്രതികളാണ് ഇവർ രണ്ടുപേരും എന്ന് ഇട്ടിമാണി പറയുമ്പോൾ അർച്ചനയും സജിയും സന്ദീപും ഒക്കെ ഞെട്ടിയിരിക്കുകയാണ്. മുമ്പ് ഇവരുടെ പേരിൽ ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ശിവരാമന്റെ വീട്ടിലും കയറിക്കൂടി ആ കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോകാനാണ് ഇവർ ശ്രമിച്ചത്. ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ തെളിയാതെ കിടക്കുന്ന അനവധി കേസുകൾ തെളിയിക്കാമെന്നാണ് എന്റെ വിശ്വാസം. അത് മാത്രമല്ല യുവർ ഓണർ, അർച്ചന നെല്ലിശ്ശേരി എന്ന വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ മരുമകളാണ്. ഒരു വീടിന്റെ നെടുംതൂണായ മരുമകൾ. ആ വീട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് അർച്ചന. ശിവരാമന്റെ കുട്ടിയെ അർച്ചനയുടെ കയ്യിൽ എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യം അർച്ചന തന്നെ ഈ കോടതിയിൽ വിശദീകരിക്കും. അങ്ങനെ അർച്ചന ഇപ്പോൾ കുട്ടിയെ കണ്ടത് മുതൽ നഷ്ടപ്പെട്ടത് വരെയുള്ള കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഞാൻ അവളെ സ്വന്തം മോളെ സ്നേഹിച്ചതാ. ഇത്രയും ദിവസം ഞാൻ അവളെ വളർത്തിയത്. എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് അർച്ചന. ഇത് കേട്ട് സച്ചിയും സന്ദീപും ഒക്കെ കരയുന്നുണ്ട്. ഈ കേസ് അന്വേഷിച്ച ഓഫീസറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുന്നു. ഇപ്പോൾ ഒന്നും ചോദിക്കാനില്ല യുവർ ഓണർ, അത് ഞാൻ പിന്നീട് ചോദിച്ചോളാം എന്ന് പറയുകയാണ് അഡ്വക്കേറ്റ് ഇട്ടിമാണി. അർച്ചന നിരപരാധിയാണെന്നുള്ള മുഴുവൻ സാക്ഷിമൊഴികളും തെളിവുകളും ഞാൻ ഈ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാക്ഷികളെ എല്ലാം വിസ്തരിക്കുകയാണ് ഇട്ടിമാണി. എന്നിട്ട് പറയുന്നു, ആ കുഞ്ഞിനെ നിയമപരമായി ദത്തെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്തില്ല എന്നുള്ള കാര്യം ശരി തന്നെയാണ്. എങ്കിലും അനാഥയായി ഭിക്ഷക്കാരുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനും സ്വന്തം മകളെ സ്നേഹിക്കാനുമുള്ള അർച്ചനയുടെ നല്ല മനസ്സിനെ കോടതി കാണാതെ പോകരുത്. ആയതിനാൽ ഈ കേസ് സസ്പെൻഡ് ചെയ്യുകയും എന്റെ കക്ഷി അർച്ചനയെ ഈ കേസിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ജഡ്ജ് റീന മേരി കുര്യൻ വിധി പറയുകയാണ്. ഇതുവരെ കോടതിയിൽ നടന്ന വിസ്താരത്തിന്റെയും തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ പ്രതിയായ അർച്ചന ഈ കേസിൽ പൂർണ്ണമായി നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കുട്ടികളുടെ അവകാശികൾ എന്നും പറഞ്ഞ് കേസുമായി വന്നവർ തട്ടിപ്പുകാരാണെന്ന് കോടതിക്ക് ബോധ്യം വന്നതിനാൽ അവരെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്ത് അവർക്ക് പിന്നിൽ ആരൊക്കെയാണെന്ന് കണ്ടെത്താനും 24 മണിക്കൂറിനുള്ളിൽ നഷ്ടപ്പെട്ട കുഞ്ഞിനെ കണ്ടെത്താനും ഈ കോടതി ഉത്തരവിടുകയാണ്. അർച്ചനയെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണ്. എന്നാൽ അവന്തികയും ACP സഹീറയും നിരാശയോടെ നിൽക്കുന്നുണ്ട്. ലഞ്ച് ബ്രേക്കിന് ശേഷം ബാക്കി കേസുകൾ പരിഗണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ജഡ്ജി പോവുകയാണ്. ഇപ്പോൾ സച്ചി വന്ന് അർച്ചനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇട്ടിമാണി അർച്ചനയോട് പറയുന്നു, അർച്ചനയ്ക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ? ഇതുപോലെ മീനാക്ഷിയെ നിഷ്പ്രയാസം ഞാൻ പുറത്തു കൊണ്ടുവരും, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. ഇപ്പോൾ അവന്തിക അവിടേക്ക് വരുന്നുണ്ട്. തല താഴ്ത്തി നിരാശയോടെ പുറത്തേക്ക് പോവുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം.